ആ കാലത്ത് നെഹ്റുവിൻ്റെ കത്തുണ്ട്. എനിക്ക് യു പിയെ മനസ്സിലാവുന്നില്ല. യു പി വിദേശ രാജ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അലഹബാദിൽ നിന്നാണ് എൻ്റെ പ്രവർത്തനം യു പിയിലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒരു വിദേശ രാജ്യം പോലെ തോന്നുന്നു. ഇങ്ങനെയാണ് ഇന്ത്യൻ ഡെമോക്രസി പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നെഹ്റുവിൻ്റെ വലിയ കത്തുകൾ ആ സമയത്ത് എഴുതുന്നുണ്ട്. വലിയ ഭീതിതമായ രീതിയിൽ നെഹ്റു ഈ വളർച്ചയെ കാണുന്നുണ്ട്. ഈ ഫൈസാബാദിൽ ഇലക്ഷന് നിൽക്കുമ്പോൾ അന്ന് ആചാര്യ നരേന്ദ്രദേവിൻ്റെ എതിരാളിയായിട്ട് GB പാന്ത്, ഗോവിന്ദ് വല്ലഭ് പാന്ത് രംഗത്തിറക്കുന്നത് ബാബാ രാഘവദാസ് എന്ന് പറഞ്ഞ സന്യാസിയെയാണ്. കോൺഗ്രസ്സുകാരെയും എല്ലാ അയോധ്യയിലെ സന്യാസി നടത്തിയെന്ന് ഒരാളെ പിടിച്ചു നിർത്തുന്നു. ബാബാ രാഘവദാസ് പ്രചരണം നടത്തുന്നു, തുളസിമാല കൊടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ കൊണ്ട് പ്രചരണം നടക്കുന്നു. ആചാര്യ നരേന്ദ്രദേവിന് വേണ്ടി സോഷ്യലിസ്റ്റ് ഒരു സൊസൈറ്റിയെ പറ്റി സംസാരിക്കുന്ന ലോഹ്യ വരുന്നു, ജയപ്രകാശ് നാരായണൻ വരുന്നു, അരുണ ആസഫ് അലി വരുന്നു. അന്നത്തെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുന്നിൽ നിന്ന് എല്ലാ മനുഷ്യരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നു. മറ്റാള് ഈ പറയുന്ന പോലെ ഈ തുളസിമാലയും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രചരണം നടത്തുന്നു. 48 ഇലക്ഷനിൽ ആചാര്യ നരേന്ദ്രദേവ് തോറ്റുപോകുന്നു. 4030 വോട്ട്, മറ്റാൾക്ക് 5900 ചില്ലാൻ വോട്ടാണ് കിട്ടുന്നത്. ഈ തോൽവിയാണ് ഇന്ത്യൻ ഡെമോക്രസിയിൽ ആദ്യമായി ഈ മതത്തിനെ ഉപയോഗിച്ച ഇലക്ഷനെ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ തരത്തിലൊന്നും ഇലക്ഷനിൽ കൃത്രിമം കാണിക്കാതെ ആ അർത്ഥത്തിൽ ഇലക്ഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ലിറ്ററസിയെ ഒരു തരത്തിൽ അഴിമതിവൽക്കരിച്ചുകൊണ്ട് അതിനെ ഈ തരത്തിലാക്കിക്കൊണ്ട് ഇലക്ഷൻ എന്ന് പറയുന്ന സംഗതി തങ്ങളുടെ പക്ഷത്താവാം എന്ന് പറയുന്ന ഒരു വിജയമാണ് നേടുന്നത്. ആ കാലത്ത് നെഹ്റുവിൻ്റെ കത്തുണ്ട്. എനിക്ക് യു പിയെ മനസ്സിലാവുന്നില്ല. യു പി വിദേശ രാജ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അലഹബാദിൽ നിന്നാണ് എൻ്റെ പ്രവർത്തനം യു പിയിലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒരു വിദേശ രാജ്യം പോലെ തോന്നുന്നു. ഇങ്ങനെയാണ് ഇന്ത്യൻ ഡെമോക്രസി പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നെഹ്റുവിൻ്റെ വലിയ കത്തുകൾ ആ സമയത്ത് എഴുതുന്നുണ്ട്. വലിയ ഭീതിതമായ രീതിയിൽ നെഹ്റു ഈ വളർച്ചയെ കാണുന്നുണ്ട്.